ഹായ്, നമുക്കെല്ലാവർക്കും ഓരോ വിശ്വാസമില്ലേ? നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ വിശ്വസിക്കണം. വിശ്വസിച്ചേ പറ്റൂ, എങ്കിലേ ജീവിതം മുമ്പോട്ട് പോകുള്ളൂ. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പാസ്റ്റർ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നിരുന്ന് രോഗശാന്തി ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ അമ്മച്ചിയുടെ മാലയെ അടിച്ചുകൊണ്ടങ്ങ് പോകുന്നു. ആ പാസ്റ്റർ പ്രാർത്ഥന അങ്ങ് തുടങ്ങി അങ്ങ് മൂർച്ഛനാവസ്ഥയിലോട്ട് എത്തുമ്പോഴത്തേനും അന്യഭാഷ സംസാരിക്കുമെന്നാണ് പറഞ്ഞത്. അത് പല രീതിയിലുള്ള അന്യഭാഷ, ഒരു രീതിയിലല്ല കേട്ടോ. അതിൻ്റെ അകത്ത് നമ്മുടെ മലയാളം പെടത്തില്ല. ഈ പാസ്റ്റർ നമ്മുടെ നാട്ടുകാരനാണ്, പക്ഷെ മലയാളം പറയാൻ പുള്ളിക്ക് അറിയത്തില്ല. പ്രാർത്ഥന അങ്ങ് മൂത്തു കഴിയുമ്പോഴത്തേനും അത് ഉപവാസമൊക്കെ എത്ര ദിവസത്തെ എടുത്തതിന് ശേഷമെന്നറിയാമോ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈ അന്യഭാഷ കയറി വരുന്നത്. ആ പാസ്റ്ററെ അങ്ങ് പോലീസ് അങ്ങ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ലോക്കപ്പിൽ കിടന്നപ്പം നമ്മുടെ സാറുമാർ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ അന്യഭാഷ സംസാരിക്കുന്നത്? അതൊന്ന് ഞങ്ങൾക്കൊന്ന് കേൾക്കണമെന്ന് വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു. ഇച്ചിരി നേരം മിണ്ടാതിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഈ പാസ്റ്ററുണ്ടല്ലോ അങ്ങോട്ട് പടല കിടല ഇങ്ങനെ മറ്റേത് മാങ്ങത്തുള്ളി എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് തുടങ്ങി പറഞ്ഞ് എല്ലാരും ഞെട്ടിപ്പോയി. യേശുവിന്റെ നാമത്തില ഇപ്പോൾ തന്നെ നിന്നെ വിടിവിക്കുവാൻ ശക്തനായവൻ യേശുവിന്റെ നാമത്തില യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. എന്റെ പൊന്നു കൂടപ്പിറപ്പുങ്ങളെ, അങ്ങനെ ഒരു അന്യഭാഷ ഇല്ല. അന്യഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം വിട്ടുപോയി കഴിയുമ്പോൾ വല്ല അറബിയോ നമുക്കറിയാൻ മേലാത്ത ഭാഷയൊക്കെ പറയുന്നതാണ് ഈ അന്യഭാഷ എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയട്ടെ. നമ്മളെ ഇങ്ങോട്ട് ജനിച്ച് ഇങ്ങോട്ട് ഭൂമിയിലേക്ക് നമ്മൾ വീഴുമ്പോഴേ നമ്മൾ ആരായി തീരണം, നമുക്ക് എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും, എല്ലാം സർവശക്തനായ ദൈവം ഒരു തലവര പോണക്ക് എഴുതി വിട്ടിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനെ മാറ്റിമറിക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. നമ്മൾക്കൊരു വിശ്വാസം വേണം. കാരണം നമ്മളൊരു തെറ്റ് ചെയ്യുമ്പം ഈശ്വരൻ കാണുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസം. അപ്പം നമുക്കൊന്ന് ചെയ്യാനൊന്നും ഒരു പേടി. നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ നമുക്ക് ഭഗവാനെന്ന് പറയുന്നതല്ല, നമ്മുടെ നല്ല പ്രവൃത്തിയിൽ നമ്മുടെ മനസാക്ഷിയാണ് നമുക്ക് ദൈവം എന്ന് പറയുന്നത്. നമ്മൾ പറയല്ലേ മനസാക്ഷിക്ക് നിരക്കാത്ത ഒന്നും നമ്മൾ ചെയ്യരുതെന്ന്. അപ്പോൾ ആരാ ദൈവം? മനസാക്ഷി. അല്ലാതെ നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചെന്ന് ഓർത്തോണ്ടോ, പള്ളിയിൽ പോയി മുട്ടിപ്പായി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞോണ്ടോ ഇതിലൊന്നും അവിടെ ഒന്നുമില്ല. നമ്മുടെ പ്രവൃത്തി മോശമായിട്ട് നമ്മൾ ഇവിടെയൊക്കെ പോയി ചെയ്തിട്ട് നമുക്ക് എന്താ കാര്യം? നമ്മുടെ അച്ഛൻ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് വീണുപോയി, നമ്മളൊരു കൈത്താങ്ങ് കൊടുക്കാതെ നമ്മളിവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ഒന്നുമില്ല, ഒന്നും. നമ്മുടെ ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ് കൂടികൊള്ളുന്നത്. നമ്മൾ അത് വിശ്വസിച്ച് മുമ്പോട്ട് പോക്കേ ആർക്കും ഒരു തെറ്റ് ചെയ്യാനും തോന്നത്തില്ല. എല്ലാവരും നല്ല രീതിയിൽ പോവും. പിന്നെ ഞാൻ പറയുവാണ്, പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് തമാശ രീതിയിൽ ഞാൻ പറയുവാണ്. ഇങ്ങനെയുള്ള പാസ്റ്റർമാരെ എല്ലാം കൂടെ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് അങ്ങോട്ട് പിടിച്ചു കെട്ടിയിട്ട് നമുക്ക് ആ തിരുവനന്തപുരം ക്യാൻസർ സെന്ററിലോട്ട് കൊണ്ടുവിടണം. നമ്മുടെ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററില്ലേ, അങ്ങോട്ട് കൊണ്ടുവിട്ടിട്ട് അതിലൊരാളെ ഈപ്പന്മാര് സൗഖ്യം കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ കർത്താവ് നേരിട്ട് സൗഖ്യം കൊടുത്തു എന്ന് പറഞ്ഞ് ആ രോഗത്തിൽ നിന്ന് മുക്തി നേടിയിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും മുഴുവനും ഇവന്മാരുടെ അടിമകളായിട്ട് ജോലി ചെയ്യുന്നതായിരിക്കും. ഇവന്മാർക്ക് പറ്റുമോ? ഞാൻ ഇവന്മാരെ വെല്ലുവിളിക്കുക. ഒരാളെ രക്ഷിച്ചെങ്കിൽ അവരെന്തോരം വേദനയും ത്യാഗവും അനുഭവിക്കുന്നുണ്ട് കിടന്ന്. അല്ല പോട്ടെ, അവന്മാരെ രക്ഷിക്കണ്ട. ഒരു ദിവസം വേദന നിമാർക്കൊന്ന് മുക്തി നേടാൻ പറ്റുമോ? ഒരു ദിവസം വേദന ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള പാസ്റ്റർമാർ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ വെറും മണ്ടന്മാരാക്കുന്ന, പക്ഷെ ഇവന്മാര് കാരണം എത്രയോ നല്ല പാസ്റ്റർമാര് ഓരോരുത്തരത്ത് പോയി ഓരോ വേല ചെയ്യുന്നു. പ്രതിഫലം ഒന്നും മോഹിക്കാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട്, എൻ്റെ അമ്മച്ചിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. നല്ല നല്ല പാസ്റ്റർമാർ ഇവന്മാര് കാരണം കൂടെ അവർക്കും കൂടെ മോശപ്പേരാണ്. ഒരു പ്രതിഫലവും മേടിക്കാതെ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കോ, അല്ലെ ഒരു രോഗികളുടെ അടുത്ത് ചെല്ലുമ്പോഴോ, അല്ലെങ്കിൽ ഒരു കുട്ടികളെ സ്കൂളിൽ വിടാൻ 10 പൈസ ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നല്ല പാസ്റ്റർമാർ അവരുടെ കയ്യിലുള്ള ഇവർക്ക് കൊടുത്ത് സഹായിക്കുന്ന, എനിക്ക് ആ കാര്യം നന്നായിട്ട് അറിയാവുന്ന, എനിക്ക് കുറേ പാസ്റ്റർമാരുടെ നല്ല രീതികൾ എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് ഞാൻ ഈ പറഞ്ഞത് പാസ്റ്റർമാരുടെ ഇടയിലെ മാത്രം കാര്യമല്ല കേട്ടോ. പള്ളിയിൽ നടക്കുന്നില്ലേ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ? അതുപോലെ ഞാനൊരു അമ്പലവിശ്വാസിയാണ്, അമ്പലത്തിൽ നടക്കുന്നില്ല, എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് നമ്മളെ വീണ്ടും ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ഇവർക്കറിയാം. പക്ഷെ നമ്മൾ അതിന് നിന്ന് കൊടുത്തിട്ട, ആരും അതിന് നിന്ന് കൊടുക്കരുത്.
നമ്മുടെ വാക്കും നോട്ടവും സംസാരവും പ്രവൃത്തിയും നല്ലതാണെങ്കിൽ നമ്മൾ ഇവന്മാരുടെ ഒന്നും വലയിൽ പോയി വീഴേണ്ട കാര്യമില്ല. എൻ്റെ ദൈവമേ, എൻ്റെ വിഷമവും ബുദ്ധിമുട്ടും നിങ്ങൾ അറിയുന്നുണ്ടല്ലോ, അതിനൊരു പരിഹാരം കാണണമെങ്കിൽ നമ്മൾ നേരിട്ട് എന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ അച്ഛനോടും അമ്മയോടും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നേരിട്ടല്ലേ പറയുന്നത്. മൂന്നാമതൊരാളുടെ ആവശ്യമില്ല നമ്മുടെ അച്ഛനോടും അമ്മയോടും നമുക്ക് പറയേണ്ട എന്ന് പറഞ്ഞ കണക്ക് ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന സർവശക്തനായ ദൈവത്തിനോട് പറയുന്നുണ്ട്, ആരുടെ ഇടനിലയുടെ ആവശ്യം നമുക്കില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം, ഇവന്മാർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ ഇവന്മാർ വല്ല 10,000 1,000 അല്ല 10,000 5,000 വാഗ്ദാനം ചെയ്യും. ഉടനെ പറയും എൻ്റെ നട്ടലൊടിഞ്ഞതാണ്, എനിക്ക് എടുക്കത്തില്ല, അങ്ങനെയാണ്, കാലൊടിഞ്ഞു, കമ്പി ഇട്ടേക്കുവാണ്. ഡോക്ടർമാരങ്ങ് വിധി എഴുതി ഇനി ഞാൻ മരണം വരെ ഇവിടെ നീക്കിയാലെന്നാ പറയുന്നതെന്ന് പറഞ്ഞു. ഉടനെ ഈ പാസ്റ്റർമാർക്കാണെങ്കിൽ അറിയാമല്ലോ ഇന്നതുപോലെ കാളെ കെട്ടിയെടുത്തോണ്ട് വരുമെന്ന്. ആംബുലൻസിന് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് 4 പേര് കൂടി ചുമന്ന് ഈ ഹാളിലോട്ട് കൊണ്ടുവന്ന് അങ്ങ് വെക്കും. ഉടനെ ഈ അന്യഭാഷ അയ്യോ പടല കിടല അങ്ങെടുത്ത് പുറത്ത് അവിടുത്തെ പടലെടുത്ത് ഇവിടെ വെച്ചു, മറ്റിടത്തെ പടലെടുത്ത് അവിടെ വെച്ചെന്ന് പറയും. ഇച്ചിരി കഴിയുമ്പോൾ ഇതാരാണ്ട് ഡോക്ടർമാര് വിധി എഴുതിയവന്മാരാണ്ട് പൊങ്ങി ഇഞ്ഞു പോരും. ഇവര് ഈ MBBS പഠിച്ചിട്ട് വെറുതെ ഇരിക്കുന്നതാണോ? ഈ ഡോക്ടർമാരെ കൂടെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ട് ഇവനെയൊക്കെ പേടിച്ചിട്ടുണ്ടല്ലോ, കാരണത്തിനൊരു 4 വെച്ച് കൂട്ടക്കണം. അത് ജനങ്ങൾക്ക് കഴിവില്ലാഞ്ഞട്ടാ. എൻ്റെ ഈ ഒരഭിപ്രായം ആകട്ടോ ഞാൻ പറഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യാഞ്ഞട്ടാ. ആ കർത്താവ് അവിടെ എവിടെയെങ്കിലും ഇരുന്നോളുകയല്ലേ. ഈ കർത്താവിനെ വെച്ചോണ്ട് ഈ കർത്താവിനെ വിറ്റകുമാർക്ക് കാശുണ്ടാക്കണം. നല്ല തണ്ടും തടി ആരോഗ്യം കൊണ്ടിട്ട് വല്ല കട്ടൻസ് പണിക്കോ കൂലിപ്പണിക്കോ ഇവന്മാർ പോയി തിന്നട്ടെ. അതല്ലേ വേണ്ടത്. 1 രൂപ ഇങ്ങനെയുള്ളവന്മാർക്ക് കൊടുത്തു പോകരുതെന്നാണ് ഞാൻ പറയുന്നത്. വീടിൻ്റെ പടി കയറ്റരുത് ഇവനെയൊക്കെ. നമുക്ക് പ്രാർത്ഥിക്കണേ നമ്മൾ പോയി സ്വന്തമായിട്ട് പോയി പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ ഇവനെയൊക്കെ ഉണ്ടല്ലോ തീറ്റി പോറ്റി കൊഴിപ്പിച്ച് ഇങ്ങനത്തെ പണിക്ക് വിടുന്നത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായമാണിത്. നിങ്ങളുടെ അഭിപ്രായം വന്ന് കമൻറ്റ് ബോക്സിലേക്ക് വന്ന് കമൻറ്റ് ചെയ്യണം. ടാറ്റാ ബൈ.